ലച്ചേച്ചേ ലച്ചേച്ചേ ആ എവിടെ എന്നാ ഓടി വാ എങ്ങനുണ്ട് ഇതെന്തുവാടാ കൈക്കല തുണിയോ ഷർട്ട് എങ്ങനുണ്ട് ഹായ് നല്ല ഊള ഷർട്ട് ആരെങ്കിലും ഫ്രീ ആയിട്ട് തന്നാണോ അല്ല 350 രൂപ കാശ് കൊടുത്ത് മേടിച്ചത് എന്നാ പിന്നെ കുറച്ച് നല്ല ഷർട്ടൊക്കെ മേടിച്ചൂടെ ഇതിനെന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അമ്മൂമ്മ എങ്ങനുണ്ട് ഇതാരാടാ സെലക്ട് ചെയ്തേ ലച്ചു ഞാൻ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്ക് ரொம்ப പിടിച്ചത് കേസു ആ കണ്ട 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 എനിക്ക് ഏ സൂപ്പർ ഓ എന്റെ തങ്ക കട്ടി കണ്ടാ അതാണ് കൊച്ച് അല്ല പിന്നെ ചേച്ചി ഈ ഷർട്ട് ഇട്ടിട്ടേ കിടുക്ക് 2-3 ഫോട്ടോ എടുത്ത് ചാമ്പ്യൻ ഉണ്ടല്ലോ നിന്ന് കത്തും ഇന്നലെ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടായിരുന്നു അടിപൊളി പാട്ടൊക്കെ ആയിരുന്നല്ലോ കള്ള കള്ള കൊച്ചു കള്ള നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലാണ് സൂപ്പറല്ലേ ശിവാനിയുടെ സജഷനാ മണ്ണംകുണാപ്പി എടാ അവള് നിന്നെ കളിയാക്കിയതാടാ ആണോ ആ എന്നാ പിന്നെ ഈ ഫോട്ടോ ഇടുമ്പോ ഇതിട്ടിട്ടേ ഫോട്ടോ ഇടുമ്പോ ചേച്ചി പാട്ട് പറ പൈനാപ്പിൾ പെണ്ണെ ചോക്ലേറ്റ് പീസ് അത് വിളിച്ചാരാ പൊളിക്കും ആ പൊളിക്കും ചേച്ചി ഇത് തേച്ച് അങ്ങോട്ട് തേക്കാനാ ഓ എന്റെ കൂടെ പോയി എനിക്ക് അടുക്കള പണിയുണ്ട് ചേച്ചി തേച്ചതാ അങ്ങോട്ട് തേച്ചിട്ട് വേണം നീ ഇടായി ഫോട്ടോ ഇടായി നീ ഇപ്പഴല്ലേ പുറത്ത് പോയിട്ട് വന്നത് ഇപ്പൊ എന്തിനാ തേച്ച് റെഡിയൊക്കെ ആവണേ അല്ലേ ഫോട്ടോ എടുക്കണ്ടേ എന്നെ കൂടെ പോയോ ചേച്ചി ചേച്ചി എനിക്ക് ചേച്ചി അത്ര വിശ്വാസമുള്ളണ്ടല്ലേ ഈ വീട്ടിൽ എന്നെ ഡ്രസ്സ് ചേച്ചിയാ വേറെ ആര് തേച്ച് തരും ഉണ്ടോ ഞാൻ തേച്ചുതരാം എന്റെ പൊന്നമ്മ ഒന്നാമത് അമ്മമ്മ ഈ കൈയും കണ്ണൊന്നും കാണത്തില്ല പുതിയ ഷർട്ടാണ് കരിച്ചു വയ്ക്കും എനിക്ക് കണ്ണു കാണുന്നില്ല നിന്നോട് ആരാ പറഞ്ഞേ എത്ര അത് 4 എന്താ കറക്റ്റ് ആ കണ്ണാടി വെച്ചേക്കുന്നത് എല്ലപ്പോഴും എടുത്ത് വെക്കണം കേട്ടാ അല്ല ചേച്ചി ഈ വീട്ടില് വേറെ ആരും എനിക്ക് വിശ്വാസമില്ല പക്ഷെ എന്റെ ചേച്ചി എനിക്ക് വിശ്വാസമുണ്ട് ചേച്ചി 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 പല 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 തേച്ചാടാ തേച്ചാടാ പ്ലീസ് 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 എന്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ധൈര്യമാണ് കേസു എങ്ങോട്ട് കൊടു ഞാൻ തേച്ച് കൊടുക്കറേ എനിക്ക് എന്റെ വിശ്വാസമില്ല ഈ വീട്ടിൽ എനിക്ക് വിശ്വാസമുള്ള ഒരേ ഒരാൾ അതുണ്ടെങ്കിൽ അതെന്റെ ചേച്ചി മാത്രമാണ് നീ ഇപ്പൊ എനിക്ക് അടുക്കള പണിയുണ്ട് അവിടെ എങ്ങാനും വെക്കും ഞാൻ പിന്നെ തേച്ചു അത് കുഴപ്പമില്ല ചേച്ചി പെട്ടെന്ന് തേച്ച് പോയി ഞാൻ എന്താ ഒരു ഫോൺ ചെയ്യാനുണ്ട് ചെയ്തിട്ട് ഇതാ പറഞ്ഞ തേച്ച് ഒരു ഷർട്ട് മേടിച്ചോണ്ട് നിങ്ങൾ ഇത് കണ്ടിട്ട് തേക്കാൻ പോലും തോന്നുള്ളൂ എനിക്ക് അവന്റെ ടേസ്റ്റ് ഇങ്ങനെയൊക്കെയാ മോളെ എന്ത് ചെയ്യാൻ പറ്റും ചെറുക്കനെ കൊണ്ട് പിന്നെ എങ്ങാനും തേക്കാം നല്ല ഷർട്ട് ചേട്ടന് വേണ്ടി ഞാൻ തേച്ചു കൊടുക്കാം ചേട്ടനെ കൊണ്ട് എനിക്കൊരു ഇംപ്രസ് ഉണ്ടാക്കാം ഞെട്ടും അമ്മൂമ്മ ഇപ്പൊ വരാം ഇങ്ങോട്ടൊന്ന് വാ കൊച്ചേ ആ വരുന്നു
ലച്ചേച്ചി കേക്കാൻ കൊടുത്തിട്ട് ചുരു എന്തുവാടാ എന്തിനാണ് നീ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? എവിടെ ലച്ചേച്ചി എവിടെ? അവള് ഇവിടെ ഇടങ്ങാണ്ടുണ്ടായിരുന്നു. എന്തിനാ മുങ്ങി? ഇത് മുങ്ങിയതാ. എതുക്ക് അവ മുങ്ങണോ? ഞാനൊന്നും പറയണില്ല. എവിടെ ചേച്ചി? എവിടെ ലച്ചേച്ചി? ലച്ചേച്ചി ചേച്ചിയാ മര്യാദക്കിടൊന്നും അല്ലെങ്കിൽ എന്റെ ക്ഷമയുടെ നെല്ലിപ്പല ഇളയിക്കണിയേ. നിക്കുന്നു ദോ നിക്കുന്നടാ. എന്താണ് പറയാൻ നിക്കണ? എന്താ എന്താ ചേച്ചി ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യോ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിറങ്ങണമായിരുന്നു. പോട്ട് 5-6 തല്ലില് തീർക്കണമായിരുന്നു. കടുത്തുപോയി ചേച്ചി, കുറച്ച് കടുത്തുപോയി. അത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, കുറച്ച് കടുത്തു പോയിരുന്നു. വൃത്തികെട്ട ഷർട്ട്. ആ വൃത്തികെട്ട ഷർട്ടല്ലേ? ഇത് താൻ ആദ്യം പറഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു താൻ എന്തെങ്കിലും ചെയ്യൂന്ന്. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കണ്ട കല്യാണ വീട്ടിൽ ചോറ് വിളമ്പാൻ പോയി ഉണ്ടാക്കിയ കാശ് കൊണ്ട് മേടിച്ച ഷർട്ടാണ്. ഇതാ നല്ല ഷർട്ടാ. നീ കാര്യം പറഞ്ഞൊക്കെ വിളിച്ചിട്ട് കാര്യം പറയുന്ന ഇത്രയും ചെയ്ത് വെച്ചിട്ട് കാര്യം പറയുന്നല്ലേ? ഇതെന്തോന്നത്? അയ്യോ ഇതിലെങ്ങനെ ഓട്ടോ വീണേ? ഓ അതിന് ഇതെങ്ങനെ സംഭവിച്ചെന്ന്? എടോ തേച്ചിട്ട് ആ തേപ്പൂട്ടി എന്റെ മണ്ടയ്ക്ക് വെച്ച് കരിച്ചിട്ട് താൻ ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ എന്റെ അടുത്ത്. ഞാൻ എപ്പോ തേച്ചെന്ന്? എപ്പോ തേച്ചെന്നാ? എന്തോന്നത്? എന്തോന്നത്? ഈ കൈലി വരെ കരിഞ്ഞ്. ഇത് കണ്ട ഇവിടെ? കണ്ട കൈലി വരെ കരിഞ്ഞ്. ആ പോടാ, ഞാൻ ചെയ്തൊന്നുമല്ല. പോടന്ന്. താൻ ചെയ്തത് അല്ലെന്ന്. താൻ ചെയ്തത് പിന്നെ ഈ തേപ്പൂട്ടി ആരെടുത്ത് വെച്ച് തേക്കണത്? എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഞാനൊന്നുമല്ല. പോടാ. എല്ലാം വിളിച്ചാൻ പറയും കേട്ടാ. എല്ലാം വിളിച്ചാൻ പറയും. ഞാൻ വന്ന് വിളിച്ച് പറയും കേട്ടാ. പിന്നെ എന്റെ നല്ലൊരു ഷർട്ടാണ് കരിച്ചളഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാനൊന്ന്. എന്തോ ചേട്ടാ കാര്യം? നിന്റെ ചേച്ചി ഉണ്ടല്ലോ, നിന്റെ ചേച്ചി എന്റെ ഷർട്ട് കത്തിച്ചു മക്കളെ. അയ്യോ, എന്നാലും ചേച്ചി ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. കണ്ടാ കൊച്ചുകൊച്ചിന്റെ മനസ്സുണ്ടാ? അമ്മൂമ്മ കണ്ട അമ്മൂമ്മ അത്? എന്തുവാ കാണുന്നില്ല, കണ്ണുപിടിക്കുന്നില്ലടാ. ഓ എന്തൊക്കെയായിരുന്നു ഇവിടെ. റിവെഞ്ച് അല്ലേ ഇത്? ഞാൻ എന്ത് ചെയ്യും? டே கேசு, அந்த சர்ட்டை எங்கிட்ட கொடு. இந்த கிச்சன் ஸ்லாப் துடைக்கிறதுக்கு நல்லா இருக்கும்டா. 350 രൂപ ഞാൻ മേടിച്ച ഷർട്ടാണെന്ന് കിച്ചൺ സ്ലാബ് കുറയ്ക്കാൻ. പിന്നെ ഇതിന് എന്തോത്തിന് കൊള്ളാം നീ പറ. എനിക്ക് പുതിയ ഷർട്ട് വേണം. മര്യാദയ്ക്ക് എനിക്ക് പുതിയ ഷർട്ട് മേടിച്ചു തന്നോ. ഞാൻ എന്തിനാ മേടിച്ചത്? നിനക്കോടെങ്കിൽ നീ പോയി മേടിക്ക്. താൻ ഇത് കത്തിച്ചേ എന്നിട്ട് എനിക്ക് പുതിയ മേടിച്ചോണ്ടെന്ന് പറഞ്ഞാ? നീ ചെയ്ത തെറ്റിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യാനാ? പോടാ അവിടുന്ന്. ചേച്ചി ചെയ്ത തെറ്റിനാണ് ഞാൻ പ്രായശ്ചിത്തം ചോദിക്കണോ? മര്യാദക്ക്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ലെന്ന്. ഓ അപ്പൊ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ശരി. ആ തന്റെ ആ ഉണക്ക ജീൻസും പാന്റും ഇതേപോലെ എല്ലാം എടുത്ത് ഞാൻ വീട് കത്തിക്കും. ഞാൻ നോക്കണം. കത്തിക്കടാ, കത്തിക്ക്. കേശു മോനെ, നൈസായിട്ട് നീ ഷർട്ട് തേക്കാൻ നോക്കി, ഷർട്ട് കരിഞ്ഞ്, എന്നിട്ട് പുതിയ ഷർട്ട് കിട്ടാൻ വേണ്ടിട്ട് നീ ഈ കേസ് എന്റെ തലയിൽ ഇടാൻ നോക്കുന്നതല്ലേ? അത് തന്നെ, അതിന് സാധ്യതയുണ്ട്. ഞാനൊന്നും ചേട്ടൊന്നുമില്ല. കൊള്ളാല്ല, താൻ നൈസിൽ എന്റെ തലക്കിടാൻ നോക്കുന്ന. അപ്പൊ നീ എന്റെ തലക്കിടാൻ നോക്കുന്നതാ? ചേട്ടാ ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കേ. ചേട്ടനെ തേക്കാൻ വേണ്ടിട്ട് ചേട്ടൻ തേപ്പോട്ട് എടുത്തോന്നു. ഞാൻ എടുത്തിട്ടൊന്നുമില്ല. എന്തൊക്കെയായിരുന്നു ഇവിടെ. ലച്ചു ചേച്ചി മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. ലച്ചു ചേച്ചി തേച്ചാലേ ശരിയാവത്തുള്ളൂ. എടാ പണ്ടൊക്കെ ആയിരുന്നു, പിന്നെ ഇപ്പൊ സ്പോട്ട് കിട്ടൂടാ. ഇവൻ തേച്ചാ പെമ്പിള്ളേരുടെ ശാപമായിരിക്കും ഷർട്ട് തേഞ്ഞു പോയത്. ഞാൻ പെമ്പിള്ളേരെ തേച്ച് ഉള്ളത് മൊത്തം എന്നല്ല തേച്ചത്.
നീ ചെയ്ത പാവത്തിന് ഞാൻ പ്രാവശ്യത്തും ചെയ്യൂല. ഉറപ്പാണോ? ആ വേറെ പണിയുണ്ട്. ആ എണ്ണി വെച്ചോളോ, ഇതെന്റെ മനസ്സിൽ കാണും. എണ്ണി വെച്ചോളാം. എണ്ണി വെക്കാന്ന് കനാൻറ്റി, അടുക്കളയ്ക്ക് വേണ്ടിയുള്ള എന്റെ സംഭാവന 350 രൂപയാണ്. സൂക്ഷിച്ചു പോയിക്കണം. താങ്ക്സ് ഡാ കേസു. തുടയ്ക്കുമ്പോ സൂക്ഷിച്ചു തുടയ്ക്കണേ. ലച്ചു, സത്യം പറ, നീ അല്ലയോ തയ്ച്ചത്? ഒന്ന് പോയാ മുമേ, ഞാൻ അപ്പുറത്ത് നിൽക്കുവായിരുന്നു. ഈ പരിസരത്തേക്ക് പോലും വന്നിട്ടില്ല. അപ്പൊ കേശവൻ തന്നെ ആയിരിക്കും തേച്ചത്. ആർക്കറിയാം? எதுவானாலும் அம்மா எனக்கு ஒரு நல்ல கிச்சன் டவல் கிடைச்சது. நான் புதுசா ஒண்ணு வாங்கணும்னு நினைச்சிட்டு இருந்தேன் அம்மா. எனக்கு இப்ப சந்தோஷம் ஆச்சு. എന്നാ പോയാട്ടെ. இதை வச்சு இப்பவே தொடக்கலாம். സമാധാനായി. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ആന്റി, ആന്റിന്റെ അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. எதுக்கு? ഓ എന്തോ അത്യാവശ്യം തോന്നുന്നു. இந்த வேலையெல்லாம் முடிச்சிட்டு நான் போறேன். പെട്ടെന്ന് ചെല്ലേ ആന്റി, എന്തോ അത്യാവശ്യം പറയാനും തോന്നുന്നുണ്ട്. என்ன பெரிய அத்தியாவசியம் ஒன்றும் இல்லை லட்சு. நம்ம படவலத்துல சரளா இருக்காங்கல்ல, அவங்கள பத்தி குத்தம் சொல்றதுக்கு தான் கூப்பிடுறாங்க. இந்த வேலை முடிச்சிட்டு நான் போறேன். എന്തായാലും ചെല്ലേ, ഇല്ലെങ്കിൽ അമ്മൂമ്മ ആന്റിനെ മുടിക്കും. എന്താ വേല ഞാൻ ചെയ്യറേ. அப்படின்னா நான் போய் வந்ததுக்கு அப்புறம் நான் செய்யறேன். അത് കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. ഇങ്ങനെ നേരെ ഒരു ശരീരത്ത് കയറാൻ യോഗമില്ലാത്ത ഒരു ഷർട്ട് 350 രൂപ പോലും. ചേച്ചി കുയില് പോന്നു. അപ്പുറത്ത് എങ്ങനെ പോയിരുന്നു കൂവച്ചേ? ഓക്കെ. കുഴിപ്പുറത്തച്ഛനെ എന്താ അച്ഛാ? പേപ്പർ? ഏത് പേപ്പർ? ആ അതെന്റെ ബാക്കി കിടപ്പുണ്ട്. ഫോട്ടോ എടുത്ത് അയക്കാനാ? അതിനിപ്പോ എന്താ, ഇപ്പൊ അയച്ചു തരാം. 2 മിനിറ്റ് ഇപ്പൊ തരാം. ചേച്ചി കുയില് പോയി ചേച്ചി. ചേച്ചി പോയാ? ഇതൊന്നും ചെയ്ത് തീർത്തില്ലേ? ചേച്ചിക്കാണെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. പാവം കനയാൻറ്റി. ഈ വീട്ടിലെ എല്ലാ ജോലിയും കനയാൻറ്റി ചെയ്യുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇതെല്ലാം തുടച്ചു വെക്കാം. അതാകുമ്പോൾ വൈകുന്നേരം ആൻറ്റി നല്ല പഴംപൊരി ഉണ്ടാക്കി തരും. ദൈവമേ, ഇന്നത്തെ ദിവസം ശരിയല്ല. ഞാൻ തൊടുന്ന എല്ലാ അബദ്ധമാണല്ലോ. ഇവിടെ നിന്നാ ശരിയാവൂല. ക്ലാസ് പൊട്ടി. അമ്മൂമ്മ, അമ്മൂമ്മ, എന്താ എന്താടാ? എന്തോ കാലി. ഇതെന്തുവാടാ ഇത്? ആ പാത്രം പൊട്ടിച്ചോ? ആര് പൊട്ടിച്ചെന്ന്? നീ അല്ലാതെ പിന്നെ ആരാ? എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോ പൊട്ടി കിടക്കുകയായിരുന്നത്. എന്റെ കാലിൽ കയറി. അതിനൊരു സമാധാനം പറയും. ആ
എന്ത് കനാൻഡി டேய் நான் இல்லடா நான் இதை க்ளீன் பண்ணிட்டு இருந்தேன் அப்ப வந்து அம்மா என்ன கூப்பிட்டாங்க நான் அம்மா சரளாவை குத்தம் சொல்றதெல்லாம் கேட்டுட்டு இருந்தேன் ഇത് ക്ലീൻ തുടച്ചോണ്ടിരുന്നത് ഞാനാ, പക്ഷെ എന്റെ കയ്യിൽ താഴെ വീണ് പൊട്ടിയിട്ടില്ല. ഇവിടെ ഉളുപ്പുണ്ടോ എനിക്ക്? തുടച്ചോണ്ടിരുന്നു ഞാൻ, എന്നിട്ട് എന്റെ കൈയും താഴെ പൊട്ടിയില്ലെന്ന്. താഴെ പൊട്ടിച്ചിട്ട് നൈസിൽ പേര് വരായിരിക്കാൻ വേണ്ടി മാറിയിരുന്നല്ലേ. എടാ ഞാനല്ലടാ. നീ അല്ലയോ കനകത്തിനോട് പറഞ്ഞു നീ ചെയ്തോളാമെന്ന്? അമ്മൂമ്മ ഞാൻ അങ്ങനെ പറയുകയും ചെയ്ത് ഞാനത് തുടച്ചോണ്ടിരുന്നതാണ്, പക്ഷെ എന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയിട്ടില്ല. ചേച്ചി ആ കുയില് പോയേ. അയ്യോ ഇതെങ്ങനെ പൊട്ടി? ആരെയാടാ പൊട്ടിച്ചത്? എന്റെ ചേച്ചി എല്ലാവരും പറയാഞ്ഞ്. നിന്റെ അമ്മൂമ്മയാണ് പൊട്ടിച്ചത്. അയ്യോ ഞാനല്ല, ഞാനവിടെ സരള കുറ്റം പറഞ്ഞോണ്ടേ. ചേച്ചി എന്നാലും ചെയ്തത് മോശമായി പോയേട്ടാ. ചേട്ടാ കാലുവെല്ലാം കൊണ്ടാ? കാലി കൊണ്ട് കയറിയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. താന്റെ കാലത്തേട്ട് ജനിച്ചാണ് ഞാൻ അറിയത്തിനും ചോദിക്കാണ്. ഇതെന്തോന്നത്? രാവിലെ എന്റെ നല്ലൊരു ഷർട്ട് നശിപ്പിച്ച് കത്തിച്ച് കൈ തന്ന് ഉപ്പുകാരന്റെ ഗ്ലാസ് തറയിട്ട് പൊട്ടിച്ച് എന്റെ കുപ്പിച്ചിൽ എന്റെ കാലേ കയറ്റി എന്നെ ടോർച്ചർ ചെയ്യാൻ നോക്കണ്. ശരിക്കും തനിക്ക് എന്തുവാ വേണ്ടേ? ചേച്ചിയുടെ ഇന്നത്തെ ദിവസം ശരിയല്ലേ ചേച്ചി? ചില ദിവസം ഇങ്ങനെ ചേച്ചി, ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവത്തി. யாரும் சண்டை போட வேண்டாம், நான் இதெல்லாம் க்ளீன் செய்யறேன். കനകാന്റി ക്ലീൻ ചെയ്യണ്ട, ലച്ചു ചേച്ചി ഇത് ക്ലീൻ ചെയ്യും. പൊട്ടിച്ച ആൾക്കാരെ ക്ലീൻ ചെയ്തോളും. ഇത് പൊട്ടിച്ചത് ഞാനല്ല, പക്ഷെ ഞാൻ ക്ലീൻ ചെയ്തോളാം. നിങ്ങൾക്ക് എന്തോ ദൈവഭാഗ്യത്തിന് വലിയതൊന്നും കേറിയില്ല, ചെറിയ പൊടി കയറിയുണ്ട്, വലിയ പ്രശ്നമില്ല. ആന്റി ആന്റിക്ക് എങ്ങനെ ഇത്രയും ജോലി ചെയ്യാൻ തോന്നുന്നു? எனக்கு இந்த வேலையெல்லாம் செய்யறதுக்கு ரொம்ப பிடிக்கும் பாரு. பாரு நம்ம எந்த வேலை செய்யறோமோ அது நம்ம பிடிச்சு செஞ்சா எப்பவுமே செய்ய தோணும். ഫോൺ അടിക്കുന്നുണ്ടല്ലോ. ஒரு நிமிஷம் கொடு. என்னோட அப்பா, நான் கொஞ்சம் பேசிட்டு வரேன். அப்பா, நான் நல்லா இருக்கேன். ആന്റി ഇവിടുത്തെ എല്ലാ ജോലിയും ആന്റി ചെയ്യുന്നു. ആന്റിയെ സഹായിക്കാം. അയ്യോ എന്തോന്നത്? ഇന്നെന്താ ഇങ്ങനെ? ആരെങ്കിലും കണ്ടു കഴിഞ്ഞ പ്രശ്നവുമില്ല. ഇങ്ങോട്ട് പോകണം. കനകം, കനകം, ஆமா, ഇങ്ങോട്ട് വന്നേ. எப்ப வரேன்? கால்ல இருக்கேன். ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ വന്നാ മതി. என்னம்மா? ഇതെന്തോ ഇത്? ஐயோ, இது என்னம்மா இது? അയ്യോ എന്നമ്മാ ഇത്? എന്നോടാന്ന് ചോദിക്കുന്നത് എന്തുവന്ന്? அம்மா நான் கால் வந்தப்ப போய் பேச போனேன், எனக்கு தெரியல. ഒന്നും തെരയത്തില്ലല്ലോ നിനക്ക്. അയ്യേ ഇതെന്താ ഇവിടെ ഇങ്ങനെ? അയ്യോ എന്താ ഇത് ഇങ്ങനെ? നിനക്കിതൊന്നും ഒന്ന് ശ്രദ്ധിച്ചൂടായോ? അത് ഞാനിപ്പോഴാ കാണുന്നത്, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഒന്നും നീ അറിയത്തില്ലല്ലോ. ചേടാ എന്തുവാ ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കണേ? ഇത് നീയാണ് ഇങ്ങനെ ചെയ്തിട്ടേക്കണത്. നീ ഞാൻ വെള്ളം വിളിച്ചാൻ പറയാം, കാലിന് വയ്യ. ഞാൻ അങ്ങനെ ചെയ്യും. കാലിനെന്ത് പറ്റി? ഓ കാലിനെന്താ പറ്റിയാന്ന്? നേരത്തെ ഇവിടെ ആരോ ഒരാളെ ഒരു ബൗള് തറയിട്ട് പൊട്ടിച്ചായിരുന്നു. അത് കാലില് പൊത്ത് കേറിയായിരുന്നു, ഓർമ്മയുണ്ടോ? ഇവിടെ താൻ പൊട്ടിച്ച ബൗള്.
ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ചിട്ടില്ലെന്ന്. ഓ തന്നടെ ഒന്നും ചെയ്തത് താനല്ല. അല്ല ഇതും താൻ തന്നെ ചെയ്തേ. രാവിലെ എന്റെ ഷർട്ട് നശിപ്പിച്ച് ബൗള് പൊട്ടിച്ച് ഇതും താൻ തന്നെ ഫിക്സ്. തനിക്ക് എന്ത് രുചി? മിക്കവാറും നീ എന്റെ തല്ലുകൊണ്ട് ചാവും. ஐயோ நீங்க சண்டை போட வேண்டாம், நான் இதெல்லாம் க்ளீன் செய்யறேன், அவ்வளவுதான். വേണ്ട, ഇതാരാണോ ചെയ്തത് അവർ തന്നെ ക്ലീൻ ചെയ്താൽ മതി. ചേച്ചി ക്ലീൻ ചെയ്തിട്ട്. അതിന് ആരാ ചെയ്തതെന്ന് എങ്ങനെ കണ്ടുപിടിക്കാനാ? എങ്ങനെ കണ്ടുപിടിച്ചാലും കനാൻഡി ആണോ? நிஜமா சொல்றேன்டா, நான் இல்ல. டவுட் இருந்தா பாரூட்ட கூப்பிட்டு கேளு. ആ ബാറിന്റെ കൂപ്പിട്ട് കയറാൻ അവള് ഇപ്പൊ അങ്ങോട്ട് ഓടിപ്പോണ ഞാൻ. ഒന്നും പറഞ്ഞില്ല ചോദിച്ചിട്ട്. തേച്ച സമയത്ത് അവള് ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ. എന്തുവാ? അടി ഉണ്ടാക്കരുത്, സമാധാനമായിട്ട് മറുപടി പറയണം. ചോദിക്ക്. രാവിലെ എന്റെ ഷർട്ട് കത്തിച്ചത് ചേച്ചിയാണോ? ഐ മീൻ തേക്കാൻ വേണ്ടി ചേച്ചി എടുത്തോ? ഇല്ല. ഉറപ്പല്ലേ? ഓക്കെ. ഇവിടെ ഇരുന്ന് മറ്റേ ബൗള് തറയിട്ട് പൊട്ടിച്ചത് ചേച്ചിയാണോ? അല്ല. ഇത് തള്ളിയിട്ടത് ഞാനല്ല. കനകാന്റെ അമ്മൂമ്മയൊന്നും അല്ലല്ലോ? അല്ല. ഉറപ്പാണേ? ഉറപ്പ്. ഞാനും അല്ല. എന്താ ഉദ്ദേശിച്ചേ? ഉദ്ദേശിച്ചത് ശരിയാക്കി തരാം. അമ്മൂമ്മ, കനകാന്റി പറ്റുവാണെങ്കിൽ 2 തവിയും കൂടെ എടുത്തു, ആവശ്യം വരും. വാ. അവിടെ ഇല്ല. കൺഫേം ഇതവിടെ തന്നെ. ആദ്യം ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ ഉറപ്പിച്ചു. അതെങ്ങനെ? പഠിക്കണണ്ടില്ലേ? പറോളേ. ആ നിങ്ങളെല്ലാരും എന്താ ഇവിടെ? ഞങ്ങള് ചുമ്മാ ഇതിൽ കൂടെ നടന്നു പോയിരുന്നല്ലോ. എന്റെ മക്കൾ എന്നെ എടുക്കുക. ഞാൻ പഠിക്കുന്നു, കണ്ടില്ലേ? കണ്ട് ശരിക്കും കണ്ട് ഞങ്ങള്. പാറുവേ, ഞങ്ങളെ ഒരു പൂച്ചയെ തപ്പി ഇങ്ങനെ ഇറങ്ങിയതാ. പൂച്ച? ആ പൂച്ച. ഏതാ? കറുത്ത പൂച്ച? ആ കറുത്ത പൂച്ച തന്നെ. ആ കറുത്ത പൂച്ചയെ അടുക്കളയിൽ കയറിയിട്ട് വേസ്റ്റിന്റെ പാത്രം തട്ടിയിട്ടേക്കണ്. ആ പൂച്ച ഞാൻ അന്നേ നോക്കി വെച്ചേക്കുക. ഓ ലച്ചേച്ചി, ഈ പൂച്ച നമ്മുടെ കൈ കിട്ടിയ നമുക്ക് എന്ത് ചെയ്യണം? പൂച്ചേനെ എങ്ങാനും നമ്മുടെ കയ്യിൽ കിട്ടിയാ നമുക്ക് പൂച്ചയുടെ പപ്പും പൂടെ അങ്ങ് പറക്കാം. പൂച്ചയ്ക്കാ പപ്പും പൂടെ? എന്ത് പൂച്ചയ്ക്ക് പപ്പും കൂടെ ഉണ്ടായി കൂടെ? അമ്മൂമ്മോ, ഓ പിടിയടാ ഒരെണ്ണം. ഓക്കെ, കറക്റ്റ്. അപ്പൊ എങ്ങനാ? എണീരേ, മര്യാദ എണീര്. ഇനി മണിമണിയായിട്ട് സത്യങ്ങളൊക്കെ അങ്ങ് പോരട്ടെ. നീ എന്തിനു നേരത്തെ അവിടെ ഓടിയേ? അത് കുയിൽ അങ്ങോട്ട് ഓടിപ്പോയി. ഓ കുയിൽ ഓടിപ്പോയി. ഓടിപ്പോയി. പാറു, സത്യം പറഞ്ഞോണം. സത്യം പറയാം, ഞാൻ പേടിച്ചോടിയതാ. എന്തിന്? ഞാൻ അറിയാതെ തട്ടിയിട്ടതാ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. നീ എന്തൊരു തേക്കാണ് അതിന്റെ മണ്ടയ്ക്ക് കയറാൻ പോയെന്നാണ് ഞങ്ങൾ ചോദിക്കണത്. അത് കനാൻഡിയെ സഹായിക്കാൻ വേണ്ടി. ഉദ്ദേശശുദ്ധി, കുഴപ്പമില്ല. അത് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് താഴെ വീണുപോയി. അതിന് ഞങ്ങളെ വിളിച്ചാ പോരെ, നീ ഓടിയെന്തിന്? അപ്പൊ എനിക്ക് അങ്ങനെ വന്നില്ല. ശരി, അപ്പൊ അവക്ക് അങ്ങനെ വരണ്ട. ഈ കാര്യം അങ്ങ് വിട്ട്. മനസ്സ് നല്ല മനസ്സാണല്ലോ, അങ്ങനെ ഒരു കാര്യം ചെയ്തയാണല്ലോ, പോട്ടെ. നേരത്തെ ബൗള് തറയിൽ വീണ് പൊട്ടിയില്ലേ? അത് ചേച്ചിയെ കനാൻഡിയെ സഹായിക്കാൻ വേണ്ടി
തുടയ്ക്കാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോ ആ ബൗള് താഴെ വീണുപോയി. ഓക്കെ, അതും ഉദ്ദേശശുദ്ധി. ചേച്ചി ഇത് പിടി, ഇതുകൊണ്ട് തികയൂല അടുത്തതിന്. എന്റെ 350 രൂപയുടെ ഷർട്ട്. സത്യം പറഞ്ഞോണം, നീ അല്ലേ അത്? ചേട്ടാ, ചേട്ടനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാ. കൊടമ്പുമ്മ 2 എണ്ണം. കൈ നീട്ട്. വേണ്ട മുമ്മ, കൈ നീട്ടാനല്ലേ പറഞ്ഞേ? പതുക്കെ അടിക്കണേ. മക്കളെ, തെറ്റ് ചെയ്യാത്തവരായിട്ടേ ആരുമില്ല. അങ്ങനെ തെറ്റ് ചെയ്താൽ അത് തിരുത്താനും തുറന്നു പറയാനും ഉള്ള ധൈര്യം കാണിക്കണം. മക്കളെന്താ നേരത്തെ ഇങ്ങനൊരു കാര്യം ഉണ്ടായപ്പം ഞങ്ങളോട് ആരോടെങ്കിലും പറയാതിരുന്നേ? പേടിച്ചിട്ടാ. മക്കൾ പേടിക്കണ്ട. ഇതുപോലെ എന്തെങ്കിലും മക്കളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായാൽ അത് ഞങ്ങളോട് ആരോടെങ്കിലും പറയണം. മക്കൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ മക്കളുടെ കൂടെ. മക്കൾ പിന്നെ എന്തിനാ പേടിക്കുന്നേ? അമ്മൂമ്മ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി. ആ, ഇനി ഇങ്ങനൊന്നും ചെയ്യത്തില്ലല്ലോ? ഇല്ല. ഇനി ഇങ്ങനെ എന്തെങ്കിലും പറ്റിയ സത്യം പറയുവോ? പറയും. സത്യം മാത്രമല്ലേ പറയത്തുള്ളൂ? സത്യം മാത്രമേ പറയത്തുള്ളൂ. മിടുക്കി. അമ്മമ്മേ, ഓ, ഇത് ഞാൻ സത്യം പറയട്ടെ. പറഞ്ഞോ. നേരത്തെ ബൗൾ പൊട്ടിച്ചിട്ട് ഓടിയില്ലേ, ഓടുന്ന വഴിക്ക് അമ്മൂമ്മ നട്ടു വെച്ച എല്ലാ പച്ചമുളകിന്റെ ചെടിയും ഞാൻ ചവിട്ടി നശിപ്പിച്ചു.